അന്ധകാരത്തിന്റെയും ധാർമ്മിക അധപതനത്തിന്റെയും കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്ന ആഫ്രിക്കയിൽ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിച്ച് നവപന്തക്കുസ്തിയുടെ ഉണർവിലേക്ക് ആ ഭൂഖണ്ഡത്തെ നയിക്കാൻ ദൈവത്താൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സുവിശേഷകൻ. കറുത്ത ഭൂഖണ്ഡത്തെ ക്രിസ്തുവിനായി പിടിച്ചു കുലുക്കിയ സുവിശേഷത്തിന്റെ കൊടുങ്കാറ്റ്. വിശേഷണങ്ങൾ ഏറെയാണ് കഴിഞ്ഞ ദിവസം നിത്യസമ്മാനം സ്വീകരിക്കുന്നതിനായി യാത്രയായ റെയ്നാഡ് ബോംഗെ എന്ന ലോക പ്രശസ്തനായ സുവിശേഷ പ്രഘോഷകന്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഷെക്കേന ടെലിവിഷൻ ഒരുക്കുന്ന പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. Jesus, I break the power of every disease. In the name of Jesus. No divorce in the name of Jesus. I thank you that you will bless each and every one and let them rise from their deathbeds, from hospital beds. Every request shall be fulfilled. In the mighty name of Jesus. And if you believe that, shout hallelujah. I only have one desire. I want hell empty and heaven full. I speak to every crippled leg, and I command every crippled leg to receive strength right now in the name of Jesus. ആഫ്രിക്കയുടെ അപ്പസ്തോലൻ എന്നറിയപ്പെട്ട റെയ്നാഡ് ബോംഗെയുടെ വിയോഗം ലോകം അറിഞ്ഞത് ഭാര്യ ആനി ബോംഗെയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. ആരോഗ്യ കാരണങ്ങളാൽ മുഴുവൻ സമയ ശുശ്രൂഷകളിൽ നിന്ന് ഏതാനും വർഷങ്ങളായി വിട്ടുനിന്നിരുന്ന അദ്ദേഹത്തിന്റെ തുടയലിന് ദിവസങ്ങൾക്ക് മുൻപ് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. 8 കോടിയോളം ജീവിതങ്ങളെ ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് നയിച്ച ആ മഹാസുവിശേഷകന്റെ മരണം 79-ാം വയസ്സിൽ സ്വഭവനത്തിൽ വെച്ചായിരുന്നു. That this day is the day of salvation. ആഫ്രിക്കയുടെ ക്രൈസ്തവ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായി മാറിയ ശക്തനും അഭിഷിക്തനുമായ സുവിശേഷ പ്രഘോഷകൻ റെയ്നാഡ് ബോംഗെ ബാല്യം മുതലേ മിഷണറി ദൗത്യത്തിനായി സ്വയം ഒരുങ്ങിയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾക്ക് നടുവിൽ ദൈവം റെയ്നാഡിൽ ഒരു കൊച്ചു മിഷണറിയെ വാർത്തെടുക്കുകയായിരുന്നു. അക്കാലത്ത് ജർമ്മനിയിൽ വ്യാപിച്ച മൂല്യച്യുതിയുടെയും യുദ്ധസങ്കീർണതകളുടെയും മധ്യേ ഉത്തമ ക്രൈസ്തവ ദർശനം നൽകിയാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മക്കളെ വളർത്തിയത്. ജർമ്മൻ സൈനികനായിരുന്ന ഹെർമൻ ബോംഗെയുടെയും തയ്യൽ വിദഗ്ധയായിരുന്ന മെറ്റായുടെയും മകനായി 1940 ഏപ്രിൽ 19 അദ്ദേഹം ജനിച്ചു. 6 മക്കളിൽ 5-മനായിരുന്നു അദ്ദേഹം. ചെറിയ ഒരു മോഷണത്തിന് അമ്മയിൽ നിന്ന് ലഭിച്ച ശാസനം ബോംഗെയുടെ ജീവിതത്തിന് ആത്മീയ വഴിത്തിരിവിന് നിദാനമായി. 10-ാം വയസ്സിൽ ആഫ്രിക്കയിലെ തന്റെ മിഷണറി ദൗത്യത്തെപ്പറ്റി അദ്ദേഹം വ്യക്തമായ ദൈവസ്വരം കേട്ടു. പിന്നീട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: All of a sudden, the Holy Spirit spoke to my heart and said, one day you will preach the gospel in Africa. We were all on our knees praying when suddenly one lady stood up and said, I see a vision. She said, I see a big crowd of black people in horseshoe form. And she said, I see a little boy with a big loaf of bread, breaking it, feeding the people. And as he feeds the people, she said, the bread is increasing all the time. And then she said, the boy I see in the vision is this one. And she pointed at me. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ ഒരു സ്ത്രീക്ക് ലഭിച്ച ദർശനവും അതിന് സ്ഥിരീകരണമായിരുന്നു. നീ ആഫ്രിക്കയിൽ സുവിശേഷം പ്രസംഗിക്കുമെന്ന ദൈവശബ്ദം അദ്ദേഹത്തിന്റെ ഉള്ളിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. അതിനൊരുക്കമായി സ്വാൻസിയ ബൈബിൾ കോളേജ് ഓഫ് വെയിൽസിൽ ചേർന്ന് 2 വർഷത്തെ സുവിശേഷ പഠനം അദ്ദേഹം പൂർത്തിയാക്കി. 1964 നവംബർ 20 ആനി ബോംഗെയുമായി അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു. ഒടുവിൽ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന്റെയും പ്രാർത്ഥനയുടെയും സാക്ഷാത്കാരമായി 1967 ദക്ഷിണാഫ്രിക്കയിലെ ലിസാത്തോയിൽ അദ്ദേഹം തന്റെ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു.
അജ്ഞതയുടെയും അന്ധകാരത്തിന്റെയും അതിരുകൾ ഭേദിച്ച് അദ്ദേഹത്തിന്റെ ഉദ്യമങ്ങൾ ഫലം കണ്ടു തുടങ്ങി. കറുത്ത ഭൂഖണ്ഡത്തിൽ സത്യത്തിന്റെ വെളിച്ചമായി ഗ്രാമങ്ങൾ തോറും അദ്ദേഹം സഞ്ചരിച്ചു. അതോടൊപ്പം സുവിശേഷകരെ വാർത്തെടുക്കാനും അദ്ദേഹം മുൻകൈയെടുത്തു. എന്നാൽ ചെറിയ സമൂഹങ്ങളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ബോംഗെയെ പറ്റിയുള്ള ദൈവിക പദ്ധതി. തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവർ പോകേണ്ട വഴി ദൈവം തന്നെ കാണിച്ചു കൊടുക്കും. ബോംഗെയുടെ തുടർന്നുള്ള ഓരോ ചുവടിലും ദൈവത്തിന്റെ നടത്തിപ്പ് പ്രകടമായിരുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ യേശുവിനായി നേടുവാൻ ബോംഗെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. തന്റെ കൗമാര കാലഘട്ടത്തിൽ തന്നെ ആഫ്രിക്കൻ മിഷനിലേക്ക് പോകാനുള്ള ദൈവത്തിന്റെ വിളി ഹൃദയത്തിൽ ഏറ്റെടുത്ത റെയ്നാഡ് ബോംഗെയുടെ ആദ്യകാല ശുശ്രൂഷകൾ വളരെ ചെറിയ കൂട്ടം മനുഷ്യരെ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. അദ്ദേഹം തന്റെ വചനപ്രഘോഷണ ശുശ്രൂഷ തുടങ്ങിയ തുടക്കകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിൽ പങ്കെടുത്തിരുന്നത് 500 മുതൽ 800 വരെ പേർ ആയിരുന്നു. 4 വശവും സൗത്ത് ആഫ്രിക്കയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ലെസോത്തോയിൽ താമസിക്കുമ്പോൾ അദ്ദേഹം ഒരു ദൈവിക സ്വരം കേട്ടു. ആഫ്രിക്കൻ ഭൂഖണ്ഡം യേശുവിന്റെ വിലയേറിയ തിരുരക്തത്താൽ കഴുകപ്പെടണം എന്നതായിരുന്നു. I had a dream. I saw the map of Africa, and I saw how the continent of Africa become washed in the redeeming blood of Jesus Christ, from south to north and from east to west. അതിനെ തുടർന്ന് ബോംഗയ്ക്ക് തുടർച്ചയായി ഒരു ദൈവിക ദർശനം ലഭിക്കാൻ തുടങ്ങി. ചുവന്ന രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആഫ്രിക്കൻ ഭൂപടം. ആ ദർശനത്തോടൊപ്പം ആഫ്രിക്ക രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ് കരഞ്ഞപേക്ഷിക്കുന്ന ഒരു സ്വരവും അദ്ദേഹം തുടർച്ചയായി കേൾക്കുമായിരുന്നു. ഈ ദർശനങ്ങളും ദൈവിക സ്വരങ്ങളും തന്റെ ശുശ്രൂഷകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചു. ചെറിയ സമൂഹങ്ങൾക്ക് വേണ്ടി ചെറിയ തോതിലുള്ള സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിക്കുന്ന രീതി നിർത്തി വലിയ സമൂഹങ്ങൾക്ക് വേണ്ടി വിപുലമായ രീതിയിൽ സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിക്കുന്ന രീതി ബോംഗെ ആരംഭിച്ചു. പലപ്പോഴും മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾ തകരുന്നിടത്താണ് ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുക. ബോംഗെയ്ക്കും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഏറെ പ്രതീക്ഷകളോടെ നിർമ്മിച്ച കൂടാരം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയ നിമിഷങ്ങൾ. അവിടെയും അദ്ദേഹം ദൈവപ്രവൃത്തി ദർശിക്കുകയായിരുന്നു. ൽ ബോട്സ്വാനയിലെ ഗബ്രോയിലുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് ബോംഗെയുടെ ആദ്യത്തെ ബൈബിൾ ക്രൂസൈഡ് നടന്നത്. കർത്താവിന്റെ കരം തന്റെ കൂടെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം 1984 34,000-ഓളം പേരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന 3 ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലുപ്പവും 6 നില കെട്ടിടത്തിന്റെ ഉയരവുമുള്ള മൊബൈൽ ടെന്റ് ക്രൂസൈഡുകൾക്കായി നിർമ്മിക്കാൻ തീരുമാനിച്ചു. ധാരാളം പണവും അധ്വാനവും വേണ്ടിവന്നു ആ പ്രോജക്റ്റിന്. എന്നാൽ 1985 കേപ്പ് ടൗൺ ക്രൂസൈഡിന് തൊട്ടുമുമ്പ് വലിയൊരു ചുഴലിക്കാറ്റ് ആ ടെന്റിനെ നാമാവിശേഷമാക്കി. നാളുകളുടെ അധ്വാനവും പരിശ്രമവും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി. എത്ര വലിയ ദൈവദാസനും പതറിപ്പോകുന്ന നിമിഷങ്ങൾ. എന്നാൽ ബോംഗെ നിരാശനായില്ല. അദ്ദേഹം കർത്താവിൽ ശരണം വെച്ചു. തകർന്ന ടെന്റിനു മുമ്പിൽ തുറസായ സ്ഥലത്ത് ആ ക്രൂസൈഡ് നടന്നു. 100,000 പേർ ആണ് അന്ന് ആ ശുശ്രൂഷയിൽ പങ്കാളികളായത്. ദൈവപദ്ധതി തിരിച്ചറിഞ്ഞ ബോംഗെ തുടർന്നുള്ള കൺവെൻഷനുകൾ ഓപ്പൺ ഗ്രൗണ്ടുകളിലേക്ക് മാറ്റി. പിന്നീട് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ വളർന്ന് ഒരു യോഗത്തിൽ 16 ലക്ഷം പേർ വരെ പങ്കെടുക്കുന്ന നിലയിൽ എത്തിച്ചേർന്നു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബൈബിൾ ക്രൂസൈഡുകൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അവിടെ. ആഫ്രിക്കയുടെ രക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുകയും ആ ഒരു ലക്ഷ്യത്തിനായി പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും അതിജീവിച്ച് അവിശ്രാന്തം പൊരുതുകയും ചെയ്ത ബോംഗെയുടെ ശുശ്രൂഷകൾ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. ആത്മാക്കൾക്കായി ദാഹിക്കുന്ന അദ്ദേഹത്തിന്റെ സുവിശേഷ തീഷ്ണതയും അതിനായി അദ്ദേഹം ഏറ്റെടുത്ത സഹനങ്ങളും ഈ തലമുറയിലെ തന്നെ ഏറ്റവും ശക്തനും ആവേശവുമുള്ള സുവിശേഷകനായി അദ്ദേഹത്തെ മാറ്റി. ചരിത്രത്തിൽ മുമ്പെങ്ങും നടന്നിട്ടില്ലാത്ത വിധമുള്ള രോഗസൗഖ്യങ്ങൾക്കും അത്ഭുതങ്ങൾക്കും മാനസാന്തരങ്ങൾക്കുമാണ് ബോംഗെയിലൂടെ ആഫ്രിക്ക സാക്ഷ്യം വഹിച്ചത്. There is enough power in the blood of Jesus to wash away the sins not only of the whole world, but of every generation, including your sins today. എണ്ണമറ്റ സൗഖ്യങ്ങളിലൂടെ അനേകം ഹൃദയങ്ങളെ ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് നയിക്കാൻ ദൈവം ഇടയാക്കി. മന്ത്രവാദികളും ക്ഷുദ്രക്കാരും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. പിശാച് ബാധിതർ സ്വതന്ത്രരായി.
കൂട്ടമാനസാന്തരങ്ങൾ ആഫ്രിക്കയിലുടനീളം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ ദർശനം പോലെ കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്ങനെ ആഫ്രിക്ക മുഴുവൻ കഴുകപ്പെട്ടു. ക്രിസ്തുവിന്റെ സുവിശേഷം ആഫ്രിക്കയിലുടനീളം അലയടിച്ചു. Say, dear Lord Jesus Christ. റെയ്നാഡ് ബോങ്കയിലൂടെ ദൈവം മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച പാസ്റ്റർ ദാനിയേൽ എക്കച്ചിക്കുവിന്റെ സാക്ഷ്യവും ശ്രദ്ധേയമാണ്. So we came to a place that they now handed me over to an angel, one of them. So that one now took me to a place. He told me that we are going to visit paradise. That was what he told me. അസാമാന്യമായ സുവിശേഷ ദർശനവും ക്രൈസ്തവ തീക്ഷ്ണതയും പ്രതിഫലിച്ച അദ്ദേഹത്തിന്റെ വചനവിരുന്നുകളിൽ ജാതിമതഭേദമന്യേ ലക്ഷങ്ങൾ തടിച്ചുകൂടി. മുടന്തർ നടന്നു, അന്ധർക്ക് കാഴ്ച ലഭിച്ചു, തളർവാദ രോഗികൾ തുള്ളിച്ചാടി, ദുഷ്ടാരൂപികൾ വിറച്ചോടി, മരിച്ചവർ ഉയർത്തു. പ്രവർത്തിക്കുന്നവരോട് കൂടെ ദൈവം പ്രവർത്തിക്കുന്നു, ചലിപ്പിക്കുന്നവരോട് കൂടെ ദൈവം ചലിക്കുന്നു. എന്നാൽ വെറുതെ ഇരിക്കുന്നവരോട് കൂടെ ദൈവം ഇരിക്കുകയില്ല. ബോങ്കയുടെ വാക്കുകളാണിത്. ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ആഫ്രിക്ക എന്ന സുവിശേഷ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ബോങ്കെ സ്ഥാപിച്ച സിഫാൻ എന്നറിയപ്പെടുന്ന ക്രൈസ്റ്റ് ഫോർ ഓൾ നേഷൻസ് ഇന്ന് ആഗോള വ്യാപകമായി പ്രവർത്തിക്കുന്നു. കർത്താവിന്റെ വിളിക്ക് പ്രത്യുത്തരമായി സർവവും പരിത്യജിച്ച് ഇറങ്ങിത്തിരിച്ച അദ്ദേഹത്തിന്റെ സുവിശേഷ ദർശനങ്ങൾ സിഫാനിലൂടെ ഇന്നും ലോകവ്യാപകമായി തുടരുകയാണ്. 1974 റെയ്നാഡ് ബോങ്കെ രൂപം നൽകിയ സിഫാൻ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ സുവിശേഷ പ്രചരണാർത്ഥം ശുശ്രൂഷകളിൽ വ്യാപിച്ചിരിക്കുകയാണ്. റെയ്നാഡ് ബോങ്കയുടെ നേതൃത്വത്തിൽ 8 ഫിലിമുകൾ അടങ്ങുന്ന ഫുൾ ഫ്ലെയിം ഫിലിം സീരീസ് ആഗോളതലത്തിൽ ശ്രദ്ധയാകർഷിച്ചിരുന്നു. സിഫാന്റെ ചുമതല ദാനിയേൽ കൊളോണ്ടോയ്ക്ക് കൈമാറിയതിനെപ്പറ്റി CBNുമായുള്ള അഭിമുഖത്തിൽ ബോങ്കെ പങ്കുവച്ചു. No, it's now 77 million. 77, yeah. Yes. My successor is Daniel Kolenda. പ്രതിവാരം 3.4 ദശലക്ഷം പേർ ക്രൈസ്തവ മതത്തിലേക്കുള്ള തങ്ങളുടെ പരിവർത്തനം രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും കാരണത്താൽ എന്റെ അഭാവം മൂലം ഈ പരിവർത്തനത്തിന്റെ നിരക്കിൽ ഇടിവ് വരാൻ ഇടയാകരുത്. അത് തുടരുകയും അതിന്റെ നിരക്ക് വർദ്ധിക്കുകയും വേണം. അതിനായി ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് ദാനിയേൽ കൊളോണ്ടോ. ഒരു മനുഷ്യായുസിൽ ഒരു വ്യക്തിക്ക് ക്രിസ്തുവിന് വേണ്ടി എന്തു ചെയ്യാൻ സാധിക്കും എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ജനക്കോടികളെ കർത്താവിനായി നേടിയ റെയ്നാഡ് ബോങ്കയുടെ ജീവിതം. തന്നെ കർത്താവ് ഏൽപ്പിച്ച മിഷൻ തിരിച്ചറിഞ്ഞ് ആഫ്രിക്കയെ തന്റെ പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുത്ത അദ്ദേഹം അനേകം സുവിശേഷ പ്രഘോഷകർക്ക് ഊർജവും കരുത്തും പകരുന്നു. ബോങ്കയിലൂടെ ആഫ്രിക്കയിലും ലോകരാജ്യങ്ങളിലും ആഞ്ഞടിച്ച സുവിശേഷാഗ്നി നമുക്കും പ്രചോദനമാകട്ടെ.